ഹായ്. അതേ, ഞാനിപ്പോൾ സ്റ്റിച്ചിങ് ഇല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എന്തിട്ടാ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് പ്ലെയിനർ ചെയ്യുന്ന സൗണ്ടും പെട്ടെന്ന് മുട്ടിലൊക്കെ സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കാറുണ്ട്. നിങ്ങൾ കേൾക്കാറുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് കാണിച്ചു തരാമേ. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ ചെളിയാണ് കേട്ടോ, മെഴുക്കാണ്. ഓയിലാണ്. ഇത് കണ്ടോ, ഇതാണ് സംഭവം കേട്ടോ. ഇതാണ് നമ്മുടെ ഇഷ്ടിക ഉണ്ടല്ലോ, അതായത് ബ്രിക്ക്, വീടൊക്കെ പണിയുന്ന ബ്രിക്ക്, ഇഷ്ടിക എന്ന് പറയും ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ. അപ്പോൾ ആ കട്ട ഉണ്ടാക്കണ മെഷീൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു അച്ചാണ്, മൗൾഡാണ്. അപ്പോൾ ആ മൗൾഡ് പണിയണതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പണി. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഷീറ്റ് ഞാനിങ്ങനെ പറിച്ചു കൊടുക്കും. ഇതാണ് അടിച്ചിങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇത് ഞാൻ പറിച്ചു കൊടുക്കും. രാത്രി എൻ്റെ പണി ഇതാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് രാവിലെയും പുലർച്ചെയൊക്കെ ഇങ്ങനെ പണിയുണ്ടാവും, വൈകുന്നേരം പണിയുണ്ടാവും. അപ്പം ആൾക്ക് ഇങ്ങനെ ഒരുപാട് പണി വരുമ്പോൾ ഞാനിതിങ്ങനെ സഹായിക്കും. ഈ സംഭവം വെച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കും. ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ പറിച്ച് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ വേറെ കാണിച്ചു തരാം. വേണ്ട, ഇവിടെ കുറേ ഇരിപ്പുണ്ടാവും. ഇവിടെ ഇത് പുതിയത് പണിഞ്ഞത് അതൊക്കെ ഇങ്ങനെ അടക്കടക്കായിട്ട് വയ്ക്കും. അപ്പോൾ ഹസ്ബൻഡ് ഇതാ ഇവിടെ നിന്നിട്ടാ പണിയാണ്. അപ്പോൾ ആൾ പുറത്തേക്ക് പോയേക്കാണ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവർ കമൻറ്റിൽ പറയണം കേട്ടോ. ആദ്യം ഇനിയിപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ അതും പറയണേ. ഈ സംഭവം നമ്മളിങ്ങനെ എടുത്തിട്ടതാ ഇതിൻ്റെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വെക്കും. എന്നിട്ട് ഇതിങ്ങനെ തട്ടി കൊടുക്കും. ഇതിങ്ങനെ നമ്മളിങ്ങനെ പറിച്ചെടുക്കണം, എന്നാലേ പുതിയത് വെച്ച് അടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ രാത്രിയിലുള്ള പണി സ്റ്റിച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് വീട്ടിലെ പണി, സ്റ്റിച്ചിങ് പണി, പിന്നെ ഈ പണി എല്ലാം ഉണ്ട്. ഇങ്ങനെ പറിച്ചെടുക്കും. ഇതത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ആ മണ്ണൊക്കെ ക്ലീൻ ചെയ്ത് കളയണം. അതാണ് എൻ്റെ പണി. അത് വല്ലാത്തൊരു പണിയാണ്. ആ മണ്ണ് മെഴുക്കും ഇത് കണ്ടില്ലേ, ഗ്ലൗസ് കണ്ടില്ലേ, കണ്ട ഭയങ്കര ബോറായിട്ടിരിക്കുന്നുണ്ട്. അപ്പം രാത്രിയിലാണ് ഈ പണി എടുക്കുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വല്ലവരും ഉണ്ടോന്ന് കുട്ടിപ്പോയി താഴെ വീണിപ്പോയി. അപ്പം ഇത് ഫുള്ള് പൊളിച്ചാണ്. ഭയങ്കര വെയിറ്റാണ്, ഫുള്ള് മരമാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെടിയുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തിക്കളയണം. നിറച്ച് അഴുക്കായിരിക്കും. ഉണ്ടോ ചെളി, നിറച്ച് ചെളി കട്ടയായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് അമ്മ പണി എടുക്കണം. ഞാൻ നിങ്ങൾക്കത് സൂം ചെയ്ത് കാണിച്ചതാണേ. ഈ ഷീറ്റും കൂടെ പൊളിക്കും കേട്ടോ. ഇതിങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിന് മണ്ണ് കളയണം. ഈ മണ്ണ് ഫുള്ള് കളഞ്ഞ് നമ്മൾ ക്ലീൻ ആക്കി എടുക്കണം. എന്നാലേ ഇതിലേക്ക് ഓയിൽ ഇറങ്ങുള്ളൂ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വീട്ടിലൊക്കെ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ കമൻറ്റ് പറയാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാ കാണുന്നതെന്നുണ്ടെന്ന് വെച്ചാൽ അതും പറയണം. അപ്പോൾ സ്റ്റിച്ചിങ് ഇല്ലാത്ത സമയത്ത് എൻ്റെ പരിപാടി ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ പണിയും അതേപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ പണിയും നമ്മളെ പണിയും ഒക്കെ നമ്മൾ ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചു. അപ്പം ഇതിൻ്റെ ഇടയിലത്തൊക്കെ കളയാനായിട്ട് ഞാൻ എന്താ ഗ്രില്ലിൻ്റെ ഈ ബിറ്റൊക്കെ ഉപയോഗിക്കും. അവൻ എന്തോ പറയുന്നുണ്ട്. എന്തുവാടാ? ഓക്കെ, അവൻ കളിക്കാൻ വിളിക്കണാണേ.
അപ്പോൾ ഇത് ഭർത്താവിന് നാളെ കൊടുക്കണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്ക് ഇതിൽ ഷീറ്റ് അടിച്ച് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇന്ന് രാത്രി. അപ്പോൾ ഇന്ന് രാത്രി പണിയാണ് പുള്ളിക്കാരന്. ഇത് ഇന്ന് നാളെ കൊടുക്കേണ്ടതാണ്. പിന്നെ എന്നോട് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കഴിഞ്ഞിട്ട് ക്ലീനായത് കണ്ടോ. ഇത് ചെളിയൊക്കെ കളഞ്ഞ് ഇതിൽ ഷീറ്റ് വയ്ക്കും. അതിൻ്റെ ഇടയിൽ എൻ്റെ സന്താനം പോകണം.